പുതുവത്സര ആഘോഷങ്ങൾക്കായി സംസ്ഥാനവും ഒരുങ്ങിക്കഴിഞ്ഞു. കനത്ത സുരക്ഷാ സന്നാഹങ്ങൾക്ക് നടുവിലാണ് കൊച്ചിയിലും തിരുവനന്തപുരത്തും പുതുവത്സര ആഘോഷങ്ങൾ. കുസാറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന ഫോർട്ട് കൊച്ചിയിലെ പരേഡ് ഗ്രൗണ്ടിൽ 7 മണിവരെ മാത്രമാകും പൊതുജനങ്ങൾക്ക് പ്രവേശനം. നഗരങ്ങളിലെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചും വിപുലമായ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആദ്യം കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൊച്ചിയിലെ പുതുവത്സര ആഘോഷങ്ങൾക്ക് വേണ്ടി വലിയ രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പുകൾ തന്നെയാണ്. സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് ആഘോഷങ്ങളെ ബാധിക്കാത്ത രീതിയിലേക്ക് തന്നെയാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. വലിയ രീതിയിൽ തന്നെ ആളുകൾ ഇവിടേക്ക് വരുന്നു. അവരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലേക്ക് തന്നെയാണ് പൂർണ്ണമായും ഒരു കാര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് കാലങ്ങളായി ഇവിടെ ഒരു പപ്പാഞ്ഞിയിരിക്കുക, അതായത് പോയ വർഷത്തിൻ്റെ വലിയ സങ്കടങ്ങളോട് ദുഃഖങ്ങളോടെല്ലാം യാത്ര പറയുന്നതിൻ്റെ ഒരു പ്രതീകാത്മകമായി പപ്പാഞ്ഞിയിരിക്കുക കത്തിക്കുക എന്ന ഒരു കാര്യമാണ്. ഇതോടുകൂടിയാണ് പുതുവത്സര ആഘോഷങ്ങൾ അതിൻ്റെ ഒരു മൂർധന്യതയിലേക്ക് എത്തുന്നത്. പുതുവത്സരത്തെ എതിരേൽക്കുന്നതെല്ലാം ആ ഒരു ആഘോഷങ്ങളോടുകൂടിയാണ്. എന്തായാലും ഈ കാണുന്ന പപ്പാഞ്ഞി നമ്മൾ കണ്ട് ശീലിച്ച രൂപങ്ങൾ അത്തരം വഴക്കങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ളതാണ്. എന്തായാലും ആഘോഷങ്ങളിൽ അത് വലിയ വേറിട്ടൊരു കാഴ്ച തന്നെയാവുന്നു. വലിയ രീതിയിലേക്ക് പല ഭാഗങ്ങളിൽ നിന്ന് തന്നെ ഇവിടേക്ക് ആളുകൾ ഈ സമയം കൊണ്ട് ഇവിടേക്ക് എത്തിച്ചേരുന്നു. പലരും തന്നെയും ഇവിടെ കേരളത്തിന് പുറത്തുനിന്നും അതോടൊപ്പം വിദേശങ്ങളിൽ നിന്ന് വരെയും ഇവിടെ ഫോർട്ട് കൊച്ചിയുടെ ഒരു ആഘോഷങ്ങളിലേക്ക് പങ്കെടുക്കാനായിട്ട് ഇവിടേക്ക് എത്തിച്ചേരും. പോയ വർഷത്തെ ചില സംഭവങ്ങളുടെ പേരിലാണ് വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളിലേക്ക് വന്നത്. കാരണം കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത് കോവിഡിന് ശേഷം വലിയ ആഘോഷങ്ങളിലേക്ക് നാടൊന്നാകെ തിരിച്ചു വന്ന ഒരു സമയം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലേക്ക് പരേഡ് ഗ്രൗണ്ടിനെ ഉൾക്കൊള്ളാവുന്നതിനും അപ്പുറത്തേക്ക് ജനങ്ങൾ ഇവിടേക്ക് വന്നു. ഏതാണ്ട് 3 ലക്ഷത്തോളം പേര് ഇവിടേക്ക് ഈ സമയത്ത് എത്തിച്ചേർന്നു എന്നാണ് കണക്കാക്കുന്നത്. ഈ സമയത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ, അങ്ങനെ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. തലനാരിഴയ്ക്ക് വലിയൊരു ദുരന്തം ഒഴിവാകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് വലിയ മുൻകരുതലുകളോടുകൂടി ഇക്കുറി ആഘോഷങ്ങളിലേക്ക് പോകാൻ തീരുമാനിച്ചത്. ഏതാണ്ട് 1000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെ വിന്യസിച്ചിട്ടുണ്ട്. 10 അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ നേതൃത്വത്തിലാണിത്. വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നു. 4 മണിയോടുകൂടി തന്നെ ഇവിടേക്ക് എത്തുന്ന ഈ വഴികൾ അതിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നു. വായ്പിൻ ദ്വീപിൽ നിന്ന് ഇവിടേക്ക് വരുവാനുള്ള ജങ്കാറുകൾ, ബോട്ടുകൾ ഇതെല്ലാം തന്നെ 7 മണിയോടുകൂടി അവസാനിപ്പിക്കണമെന്ന കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിന്നീട് ഇതിനുശേഷം ആഘോഷങ്ങൾക്ക് ശേഷം 12 മണിക്ക് ശേഷമായിരിക്കും ഗതാഗതത്തിന് റോഡുകളും മറ്റും തുറന്നു കൊടുക്കുകയടക്കം ഉണ്ടാവുകയും ചെയ്യുന്നത്. എന്തായാലും വലിയ ആഘോഷങ്ങളിലേക്ക് തിരിച്ചെത്തുന്നതിന്റെ സന്തോഷം എല്ലാവരിലും തന്നെ ഉണ്ട്. ഫോർട്ട് കൊച്ചിയും പരിസര പ്രദേശത്തും എല്ലാം തന്നെ ഇതുപോലുള്ള ഈ ആൾക്കൂട്ടങ്ങളാണ് എല്ലായിടത്തും തന്നെയുള്ളത്. ഇതോടൊപ്പം തന്നെയാണ് വെളി ഗ്രൗണ്ടിലും വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളൊക്കെ നടക്കുന്നു. പല ഭാഗങ്ങളിൽ നിന്ന് വന്ന യുവാക്കളുടെ ഒരു ആഘോഷം എന്ന രീതിയിലേക്ക് ഇതിനെ അടയാളപ്പെടുത്തുന്നത്. ഏതാണ്ടും എവിടെ നിന്ന് എത്തുന്നത്? കൊല്ലം. ഈ കൊച്ചിയിലെ ആഘോഷങ്ങളിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി തന്നെയാണോ? എങ്ങനെ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? എങ്ങനെ കേട്ടറിഞ്ഞാണോ? ഇവിടേക്ക് വരണം തോന്നിയതാ? ഓരോ വീഡിയോസ് കണ്ടിട്ട് വന്നതാ. എന്തായാലും ഇത്തവണ തകർത്തിട്ടേ പോകുള്ളൂ. കണ്ടൊരു ശീലങ്ങളിൽ എന്തായാലും ആഘോഷങ്ങളിലേക്ക് എല്ലാവരും മടങ്ങി വരുന്ന കൊല്ലത്തുനിന്ന് എത്തിയ ഒരു സുഹൃത്തുക്കൾ ഒരു വലിയൊരു കൂട്ടമാണ്. അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഇവിടേക്ക് എത്തിച്ചേർന്നവരുണ്ട്. എന്തായാലും വലിയ സന്തോഷങ്ങളിലേക്ക് പരേഡ് ഗ്രൗണ്ടും പരിസരവും മാറുന്നു. പുതുവത്സരത്തിന്റെ വലിയ ആഘോഷങ്ങളിലേക്ക് ഈ ചുറ്റുപാടും എല്ലാം തന്നെ നീങ്ങുകയും ചെയ്യുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ഒത്തിരി പേർ ഈ പരേഡ് ഗ്രൗണ്ടിലേക്ക് എത്തും. ഈ അല്പസമയം കൂടി കഴിയുമ്പോൾ 7 മണിയോടുകൂടി കഴിയുമ്പോൾ ഇവിടെ പൂർണ്ണമായും തന്നെ നിറയും. എന്തായാലും ആഘോഷങ്ങൾ അതിന്റെ മൂർധന്യതയിലേക്ക് കൊച്ചിയിലേക്ക് കടക്കുകയാണ്. പുതുവത്സരം കെങ്കേമമാകട്ടെ എന്നുള്ള ആശംസ തന്നെയാണ്, സന്തോഷം തന്നെയാണ് എല്ലാവരിലും നിറയുന്നത്. ഡാനി പോളിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ഇനി